Hi students, ഇന്ന് some numericals based on non-stication ആണ്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ന്യൂമെറിക്കൽസ് തന്നെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ട്. അത് പറയുകയാണെങ്കിൽ കുറേ എക്സാമ്പിൾസൊക്കെ ചെയ്യാനുണ്ട്, പക്ഷേ 2-3 ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഒന്നാമത്തത് കാൽക്കുലേറ്റ് ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് Zn ഇലക്ട്രോഡ് at 25 degrees Celsius when the concentration of Zn2 plus equal to 0.05 molar, then E0 Zn2 plus bar Zn equal to minus 0.076 volt. ഇത്രയുള്ള ഇവിടെ 0.0 ഇല്ല കേട്ടോ, 0.76 ആണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് എന്ന് പറയുന്നത്. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്, അതൊന്ന് മാറ്റിയേക്കണേ. 0.76 വോൾട്ടാണ്, മൈനസ് 0.76 വോൾട്ടാണ്. ഓക്കെ, ഇവിടെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് കാണേണ്ടത്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഈക്വൽ ടു E0 മൈനസ് 0.0591/2 എന്നുള്ളത് 2 ഇലക്ട്രോണാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 2 log of 1/Zn2 പ്ലസ് കോൺസെൻട്രേഷൻ. ഈ Zn2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ തന്നിരിക്കുകയാണ്, 0.1 മോളറാണ്. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വാല്യൂ കാണുക, E0 എന്ന് പറഞ്ഞാൽ അതും വാല്യൂ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്, മൈനസ് 0.76 ആണ്. ദെൻ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടുന്നതാണ് മൈനസ് 0.819 വോൾട്ട്. ഇത് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ളൊരു മോഡലാണ്. നെക്സ്റ്റ് EMF ഓഫ് എ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിൻ്റെ EMF കാണാനുള്ളത്. ഓക്കെ, calculate the EMF of a Daniell cell when the concentration of Zn2 plus gives 0.01 molar concentration and concentration of Cu2 plus 0.1 molar, given that E0 Zn2 plus bar Zn is 0.76 and again mistake has come, 0.76 volt ആണ്. ആൻഡ് E0 of Cu2 plus Cu 0.34 വോട്ട്. ബട്ട് ഇവിടെയൊക്കെ എന്താണ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അവിടെ 0.76 എഴുതാൻ പാടുള്ളൂ കേട്ടോ, അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഓക്കെ, ദ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുക? Zn ബാർ Zn2 പ്ലസ് കോൺസെൻട്രേഷൻ ഡബിൾ ബാർ, ദാറ്റ് ഈസ് വോൾട്ടേജ്, Cu2 പ്ലസ് ബാർ Cu. ദെൻ ഇതിൽ E0 സെല്ല് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. E0 സെൽ ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ദെൻ E0 സെൽ ഈക്വൽ ടു E0 R മൈനസ് E0 L. ഹിയർ E0 ഈക്വൽ ടു E0 കോപ്പർ മൈനസ് E0 സിങ്ക്. അതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ എഴുതുക. E0 സെൽ ഈക്വൽ ടു 0.34 മൈനസ് 0.76 വോൾട്ടാണ്. അവിടെ ഒരു 0 എന്ന് കാണാം, അത് കട്ട് ചെയ്യണേ. പോയിൻ്റ് കഴിഞ്ഞിട്ടൊരു 0 ഇല്ല, വീണ്ടും പറയാണ്, ആ മിസ്റ്റേക്ക് എടുത്ത് വെക്കല്ലേ. മൈനസ് 0.76 വോൾട്ടാണ് എന്ത് സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. പിന്നെ ഓൾറെഡി നമുക്കറിയാം ഡാനിയൽ സെല്ലാണെങ്കിൽ 1.1 വോൾട്ടാണ് വരിക എന്നുള്ളത്. ഓക്കെ, ദ സെൽ റിയാക്ഷൻ ഈസ് Zn plus Cu2 plus gives Zn2 plus Cu. Then E cell equal to E0 cell minus 0.0591/2 log of Zn2 plus concentration divided by Cu2 plus concentration, that is log of anode minus cathode. Then E cell equal to E0 cell minus 0.0591/2 log 0.01 divided by 0.1. അത് കോൺസെൻട്രേഷൻ ആണ്, ക്വസ്റ്റ്യനിൽ പ്രോപ്പറായിട്ട് തന്നിരിക്കുകയാണ്. 0.0 എന്നുള്ളത് സിങ്കിൻ്റെ കോൺസെൻട്രേഷനും 0.1 എന്നുള്ളത് കോപ്പറിൻ്റെ കോൺസെൻട്രേഷനാണ്. ദെൻ E0 സെൽ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, 1.1 ആണ്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും പ്രോബ്ലത്തിൽ മാർക്ക് ഇട്ടതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ 1.1 വോൾട്ട് തന്നെയാണ്. 1.1 പ്ലസ്
ഡൈനീസൽ മീൻസ് സിങ്ക് കോപ്പർ സെല്ലിലും. ദെൻ ബാക്കിയുള്ള 0.05991/2 log of 0.01/log of 0.1 ആ വാല്യൂ ഒക്കെ ചെയ്ത് നോക്കുക. അന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു 1 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. അതുകൊണ്ട് ആ 1 × 1 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് കിട്ടുന്നത് ഈ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ലാസ്റ്റ്. ദാറ്റ് ഈസ് ഈ സെൽ ഓഫ് ദ സെൽ 1.1295 വോൾട്ട് എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞത് ഓൾ പബ്ലിക്കേഷൻ ഉള്ള മുഹമ്മദ് ആരിഫ് എന്നുള്ളൊരു CET പ്രൊഫസേഴ്സ് ഇറക്കിയിരിക്കുന്നൊരു ഓൾ പബ്ലിക്കേഷൻ്റെ ബുക്കുണ്ട്. അവിടെ അതിൽ പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. പേജ് നമ്പർ 14-ലും 15-ലൊക്കെ ആയിട്ട് റെഫറൻസ് ചെയ്യേണ്ടവർക്ക് അതൊന്ന് റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റെഫറൻസ് ഇലക്ട്രോഡ്സ്. റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ അറിയാവുന്നതായിരിക്കും. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാത്ത അൺനോൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ EMF കാണാനും യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഇലക്ട്രോഡിനെയാണ് എന്ത് പറയുന്നത്? റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാവുന്ന വാല്യൂ ഉള്ള ഒരു ഇലക്ട്രോഡ് വെച്ചിട്ട് അൺനോൺ വാല്യൂ ഉള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡിനാണ് എന്ത് പറയുന്നത്? റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ബൈ നോക്കുകയാണെങ്കിൽ റെഫറൻസ് ഇലക്ട്രോഡ്സ് ആർ ദ ഇലക്ട്രോഡ്സ് ഹൂസ് പൊട്ടൻഷ്യൽ ഈസ് നോൺ ആൻഡ് ക്യാൻ ബി ടേക്കൺ ആസ് ദ സ്റ്റാൻഡേർഡ് ടു ഡിറ്റർമൈൻ ദ പൊട്ടൻഷ്യൽ ഓഫ് അതർ ഇലക്ട്രോഡ്സ്. ഓക്കെ, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ദെൻ ഹിയർ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഷീ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒരു റെഫറൻസ് ഇലക്ട്രോഡാണ്. കലോമിൽ ഇലക്ട്രോഡ് ഉണ്ട്, ഗ്ലാസ് ഇലക്ട്രോഡൊക്കെ ആയിട്ടുള്ള കുറേ റെഫറൻസ് ഇലക്ട്രോഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. ഇവിടെ ഇറ്റ് ഈസ് ദ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആൻഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്യാസ് ഇലക്ട്രോഡ്. ഓക്കെ, and it consists of a piece of platinum metal foil immersed in a solution of 1 molar H+ ions. Hydrogen gas at 1 atmospheric pressure is bubbled over the electrode. The potential of standard hydrogen electrode is taken as 0. ഓക്കെ, എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഡയഗ്രമൊക്കെ വരച്ച് പഠിക്കുക. ഇവിടെ ഒരു ജാറിൽ, ഒരു ബീക്കറിൽ 1 മോളാർ കോൺസെൻട്രേഷനുള്ള H+ൻ്റെ സൊല്യൂഷൻ, HCl അങ്ങനെ ഏതെങ്കിലും H+ പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻ യൂസ് ചെയ്യുന്നു. ദെൻ ഒരു പ്ലാറ്റിനത്തിൻ്റെ വയർ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നതിൽ ഇതിനെ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ജാറുമായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതിലൂടെ ഹൈഡ്രജൻ ഗ്യാസ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെ ഈ പ്ലാറ്റിനം വയറിലൂടെ ഈ സൊല്യൂഷനിലേക്ക് ബബിൾ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. കാരണം എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഈ സെൽ എന്ന് പറയുന്നത് 0 ആയി മാറുള്ളൂ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നുള്ള പേര് വന്നതും എന്തുകൊണ്ടാണ്? സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയതുകൊണ്ടാണ്. എന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? പ്ലാറ്റിനം വയറുണ്ട്, ഹൈഡ്രജൻ ബബിൾ 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള ഹൈഡ്രജൻ ബബിൾ ഇത് ഈ സൊല്യൂഷനിലേക്ക് ബബിൾ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ 1 മോളാർ കോൺസെൻട്രേഷൻ H+ പ്രൊവൈഡ് ചെയ്യുന്ന കോൺസെൻട്രേഷനാണ് ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് ഈ പ്ലാറ്റിനം വയർ യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഒരു ഗ്യാസാണ്. അത് ഒരു മെറ്റലിൻ്റെ പ്രസൻസിൽ, മെറ്റലാണ് അവിടെ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ആ പ്ലാറ്റിനം മെറ്റലുള്ളത് കൊണ്ടാണ് ഹൈഡ്രജൻ ഇവിടെ ഒരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ പ്ലാറ്റിനം ഫസ്റ്റ് നമ്മൾ എഴുതുന്നു. ദെൻ H2 വെൻ ആക്ട് ആസ് ആനോഡ്. ആനോഡ് ആണെങ്കിൽ ആനോഡിക് റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PT H2 ദെൻ കാഥോഡിക് റിയാക്ഷൻ ഓർ കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് H+H2
PT. ഇതാണ് കാഥോഡ്. ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ H2 gives 2H++ 2 ഇലക്ട്രോൺ. ഇത്രയാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ റിയാക്ഷൻസും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. Okay, next, determination of electrode potential by using standard hydrogen electrode. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് ഇലക്ട്രോഡിൻ്റെയാണോ കാണേണ്ടത് ആ ഒരു ഇലക്ട്രോഡ് വെച്ചിട്ട് ഒരു ഗാൽവനിക് സെൽ ഫോം ചെയ്യുക. ആ ഇലക്ട്രോഡും നമ്മളെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും വെച്ചിട്ട് ഒരു ഗാൽവനിക് സെൽ ഫോം ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിളായിട്ടൊക്കെ ഡാനിയൽ സെല്ലൊക്കെ പഠിച്ചു. സിങ്ക് കോപ്പർ സെൽ. ആ സെല്ലിൽ സിങ്ക് കോപ്പർ സെൽ രണ്ട് ഹാഫ് സെൽ റിയാക്ഷനായിട്ട് ആക്ട് ചെയ്യുന്നു. അതിന് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ പ്രൊഡ്യൂസ്ഡ് we can convert or we will get electrical energy. എത്രത്തോളം കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നോ അതിനനുസരിച്ചിട്ടുള്ള അവിടെ കെമിക്കൽ എനർജി നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാം. ഇവിടെയും എന്താണ്, ഇങ്ങനെ രണ്ട് ഇലക്ട്രോഡ്സ് വെച്ചിട്ട് ഇലക്ട്രോഡിക് സെല്ല് വെച്ചിട്ട് ഒരു ഗാൽവനിക് സെല്ല് ഫോം ചെയ്യാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഒരു സെറ്റപ്പിനെ സാൾട്ട് ബ്രിഡ്ജും എല്ലാം കൂടെ ആക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ വഴി എന്ത് ചെയ്യുന്നു, ചെറിയൊരു ഇലക്ട്രിക്കൽ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഓഫ് എനി ഇലക്ട്രോഡ് ക്യാൻ ബി മെഷേർഡ് ബൈ കപ്ലിംഗ് that electrode with the standard hydrogen electrode and by measuring the EMF of the galvanic cell formed, the EMF of the cell will be equal to the electrode potential of that electrode because electrode potential of standard hydrogen electrode is 0. അതാണ് ഇവിടെയുള്ള ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും നമുക്ക് ഏത് ഇലക്ട്രോഡിനെയാണോ കാണേണ്ടത് EMF കാണേണ്ടത് ആ ഇലക്ട്രോഡും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഗാൽവനിക് സെൽ ഫോം ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഈ വോൾട്ട് മീറ്ററിൽ ഉണ്ടാകുന്ന ഈ ഒരു EMF എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്ത അൺനോൺ ഇലക്ട്രോഡിൻ്റെ EMF ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും. കാരണം ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെത് ഓൾറെഡി എന്താണ്, 0 അപ്പോൾ ഈ സൈഡിൽ നിന്ന് EMF ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഈ റൈറ്റ് സൈഡിൽ നിന്ന് മാത്രമേ EMF വരാൻ ചാൻസ് ഉള്ളൂ. അത് എന്തിൻ്റെ ആയിരിക്കും, അതാണ് അൺനോൺ ഇലക്ട്രോഡിൻ്റെത്. ഇങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അൺനോൺ ഇലക്ട്രോഡിൻ്റെ EMF കാണുന്നത്. ഓക്കെ ഇവിടെ അടുത്ത ചെറിയൊരു ടോപ്പിക്കാണ്, എങ്ങനെയാണ് ഒരു pH അൺനോൺ pH സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ചിട്ട് കാണുന്നതെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഡിറ്റർമിനേഷൻ ഓഫ് pH ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്സ്. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വാസ്റ്റായിട്ട് കാണാം. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ് കൊടുത്തിരിക്കുന്നത്. In order to determine pH of unknown solution, a hydrogen electrode is set up in that manner in that unknown solution is coupled by standard hydrogen electrode. The EMF of the resulting cell is E cell equal to E cathode minus E anode. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ സെല്ല് കാണാൻ രണ്ട് ഹാഫ് സെൽ ഉണ്ടെങ്കിൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണെന്ന് നമുക്കറിയാം. ഇവിടെയും എന്താ ചെയ്യുന്നത്, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും ഏത് സൊല്യൂഷൻ്റെ ആണോ pH കാണേണ്ടത് അത് വെച്ചിട്ടൊരു ഇലക്ട്രോഡ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഒരു ഗാൽവനിക് സെൽ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെയുള്ള ഗാൽവനിക് സെൽ ഫോം ചെയ്യുന്നു.
ദാറ്റ് മീൻസ് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് തന്നെ ഇവിടെ ഉള്ളത്, ഇവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് അറിയാത്ത സൊല്യൂഷൻ ആയിരിക്കണം. അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെയാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ സൊല്യൂഷൻ്റെ പി എച്ച് ആണ്, ഈ റൈറ്റ് സൈഡിലെ സൊല്യൂഷൻ്റെ പി എച്ച് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ടാണ് ബാക്കിയുള്ളത് നോക്കുന്നത്. ഈ സെൽ എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണെന്ന് നമ്മൾ ഓൾറെഡി വി നോൺ. ദെൻ ഇവിടെ ഈ സെൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയത് കാരണം ഈ സെൽ ഈക്വൽ ടു ഈ കാഥോഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഷീയാണ്. ഷീൻ്റെത് 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. -0.0591 ലോഗ് എച്ച് പ്ലസ്. കാരണം മറ്റേത് ഈ ആനോഡായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, അൺനോൺ പി എച്ച് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. അൺനോൺ ആയിട്ടുള്ള പി എച്ച് ഏതിൻ്റെയാണോ അറിയേണ്ടത് അത് വെച്ചിട്ടൊരു സെൽ റെപ്രസെൻറ്റേഷനാണ്. Therefore we can write മൈനസും ഈ ലോഗ് എച്ച് പ്ലസും പി എച്ച് ആക്കി എടുക്കുന്നു ഈക്വൽ ടു 0.0591 പി എച്ച്. ഇതിൽ നിന്ന് പി എച്ച് എങ്ങനെ കാണാമെന്ന്, പി എച്ച് ഈക്വൽ ടു ഈ സെൽ ബൈ 0.0591. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ആൻസർ. എങ്ങനെ ഒരു KT-യുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതിലുണ്ടായിരുന്നു, ഹൗ ക്യാൻ യു ഡിറ്റർമൈൻ പി എച്ച് ഓഫ് എ സൊല്യൂഷൻ എന്നുള്ളത്. അത് ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക, ഇക്വേഷനൊക്കെ എഴുതിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. പി എച്ച് ഈക്വൽ ടു ഈ സെൽ ഡിവൈഡഡ് ബൈ 0.0591 എന്നുള്ള ഇക്വേഷനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പി എച്ച് കാണാനുള്ള ന്യൂമറിക്കൽസൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു റെഫറൻസ് ഇലക്ട്രോഡാണ് കെലോമൽ ഇലക്ട്രോഡ്. കെലോമൽ ഇലക്ട്രോഡും ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ച് കണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യനല്ല, മോഡൽ KT കൊടുത്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കെലോമൽ ഇലക്ട്രോഡിൻ്റെയും ഡയഗ്രവും അതേപോലെ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചോദിച്ച് കണ്ടതാണ്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് വരുന്നത്. Here it consists of a tube containing mercury at the bottom, which is covered by a paste of mercurous chloride. The remaining portion of the tube is filled with saturated KCl solution. A platinum wire dipping in mercury layer is used for making electrical contact. The electrode can be represented as HgCl2 bar Cl. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കെലോമൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബിൽ ഏറ്റവും ലാസ്റ്റായിട്ട് Hg, ഇവിടെ Hg ആണ് ഏറ്റവും താഴെ ഭാഗമായിട്ട് Hg മെർക്കുറിയുടെ പേസ്റ്റ്, അതിൻ്റെ മുകളിൽ മെർക്കുറിസ് ക്ലോറൈഡും Hg പേസ്റ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. ഏറ്റവും താഴെ Hg, അതിൻ്റെ മുകളിൽ മെർക്കുറസ് ക്ലോറൈഡ്, ദെൻ അതിൻ്റെ മുകളിലായിട്ട് സാച്ചുറേറ്റഡ് പൊട്ടാഷ്യം ക്ലോറൈഡ്. ഓക്കെ, അത് സാൾട്ട് ബ്രിഡ്ജിലായിട്ടൊരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. കാരണം നമുക്ക് അനദർ സെല്ലുമായിട്ടൊക്കെ കണക്ട് ചെയ്യേണ്ടി വരും. റെഫറൻസ് ഇലക്ട്രോഡാണല്ലോ. ഈ റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ വാല്യൂ വെച്ചിട്ട് വേണം നമുക്ക് അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലൊക്കെ കാണാൻ വേണ്ടിയിട്ടും. ദെൻ ഇതിലേക്കൊരു പ്ലാറ്റിനം വയർ ഡിപ്പ് ചെയ്തിരിക്കണം. താഴെ വരെ മെർക്കുറി വരെ ടച്ച് ചെയ്യണേ. മെർക്കുറി വരെ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്ലാറ്റിനം വയർ. ഓക്കെ, ഇത്രയാണ് കെലോമൽ ഇലക്ട്രോഡിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ഡയഗ്രാം ഒറ്റയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ. ഓക്കെ, റെപ്രസെൻ്റ് ചെയ്യുന്നത് പറഞ്ഞു Hg ഉള്ളതുകൊണ്ട് HgCl2 ഉണ്ട്. കെലോമൽ എന്ന് പേര് വരുന്നത് തന്നെ ഈ ഒരു കോമ്പൗണ്ടാണ്, മെർക്കസ് ക്ലോറൈഡ്, Hg2Cl2, ദെൻ KCl ഇവിടെയുള്ള സാച്ചുറേറ്റഡ് KCl യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാറ്റിനം വയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു അതിൻ്റെ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പ്ലാറ്റിനം വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the cell reaction is Hg2Cl2 plus 2 electron gives 2Hg plus 2Cl minus. ഇതാണ് സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. Then the electrode potential of a saturated calomel electrode is
0.2422 വോൾട്ട്. ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നോൺ വാല്യൂ ആണെന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള KCL ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഈ വാല്യൂ എന്ന് പറയുന്നത് 0.2422 വോൾട്ടാണ്. ഇവിടെ ടേബിൾ കൊടുത്തിരിക്കുന്നുണ്ട്. 3 ടൈപ്സ് ഓഫ് കലോമൽ ഇലക്ട്രോഡിനെ പറയുന്ന അതിൻ്റെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് KCL കോൺസെൻട്രേഷൻ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇവിടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള KCL ആയിരുന്നു യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.2422 വോൾട്ട്. അതേപോലെ 1 നോർമലാണ് KCL യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന KCLൻ്റെ കോൺസെൻട്രേഷനാണ് പറയുന്നത്. 1 നോർമലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0.2813, 0.1 നോർമലാണെങ്കിൽ 0.3335 വോൾട്ടാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കലോമൽ ഇലക്ട്രോഡാണ് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്. ഇത് 0.2422 വോൾട്ടാണ്. ന്യൂമറിക്കൽസിലും എല്ലാത്തിനും റെഫറൻസ് ഇലക്ട്രോഡ് തന്നെ നമ്മൾ കലോമൽ ഇലക്ട്രോഡ് ആണെങ്കിൽ 0.2422 വോൾട്ട് മാത്രമേ പറയാറുള്ളൂ. ഈ നോർമലും DC നോർമലൊന്നും അധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ബൈ കലോമൽ ഇലക്ട്രോഡ്. കലോമൽ ഇലക്ട്രോഡും കലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പൊട്ടൻഷ്യൽ കാണുക എന്നുള്ളതാണ്. ഇവിടെയും നോക്കിക്കേ, ഈ ഒരു കലോമൽ ഇലക്ട്രോഡും അൺനോൺ ഇലക്ട്രോഡും വെച്ചിട്ടൊരു ഗാൽവനിക് സെൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പ്ലാറ്റിനം വയർ കൊണ്ട് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് സോൾട്ട് ബ്രിഡ്ജ്. സെൻറ്ററിലുള്ളത് സോൾട്ട് ബ്രിഡ്ജുമായിട്ട് 2 ഹാഫ് സെൽ റിയാക്ഷനെയും കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെയുള്ള നമ്മളെ കലോമൽ ഇലക്ട്രോഡ് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡാണ്. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ നോൺ വാല്യൂ ആയിട്ടുള്ള 0.2422 വോൾട്ടാണെന്ന് ഓർത്തിരുന്നോളെ. ഇതിന് ഇക്വേഷൻ വെച്ചൊന്ന് നോക്കുക. ഈ സെൽ എന്ന് പറയുന്നത് ഇവിടെ ഈ വോൾട്ട് മീറ്ററിൽ കിട്ടുന്ന സെല്ല് എന്ന് പറയുന്നത് ഇതിൻ്റെ EMF ഈ സെൽ എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണെന്ന് നമുക്കറിയാം. ഈ കലോമൽ മൈനസ് ഈ കലോമൽ ഇവിടെ ഈ കലോമൽ മൈനസ് ഈ ആനോഡ് ഇവിടെ ഈ ആനോഡ് ഈക്വൽ ടു ഈ ആനോഡ് എന്ന് ഈ സെൽ ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നാണ്. ഈ കാഥോഡ് എന്നുള്ളത് എന്താണ് അവിടെയുള്ള ആ ഒരു വാല്യൂ. അതായത് കലോമൽ ഇലക്ട്രോഡാണ് നമ്മൾ കാഥോഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആനോഡാണ് എന്ത് അൺനോൺ വാല്യൂ എന്ന് പറയുന്നത്. ദെർഫോർ ഈ ഇക്വേഷനിൽ നിന്നും ഈ ആനോഡ് എന്നുള്ളത് കാണാൻ ഇങ്ങനെ ഈ ആനോഡ് ഈക്വൽ ടു 0.2422 മൈനസ് ഈ സെൽ എന്നുള്ള ഇക്വേഷനാണ്. ഈ സെൽ എന്നുള്ളത് ആ ഗാൽവനിക് സെല്ലിൽ ടോട്ടലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ട. എന്താണ് ഇവിടെ ഒരു ഈ ആനോഡിൽ നിന്ന് ആഡ് ചെയ്തിട്ട് അത് അൺനോൺ ഇലക്ട്രോഡിൻ്റെ ഈ ആനോഡ് ഈക്വൽ ടു 0.2422 മൈനസ് ഈ സെൽ എന്നുള്ളതാണ്. ഇത്രയാണ് കലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു അൺനോൺ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കാണുന്നത്. ഓക്കെ, അടുത്തത് തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് pH ബൈ കലോമൽ ഇലക്ട്രോഡ്. ഇങ്ങനെ ഓരോ ഇലക്ട്രോഡ് വെച്ചിട്ടും എങ്ങനെയാണ് ഒരു അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണുക, എങ്ങനെയാണ് അൺനോൺ pH കാണുക എന്നുള്ളത് നിങ്ങളുടെ സിലബസിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവിടെ ഡിറ്റർമിനേഷൻ ഓഫ് pH ബൈ കലോമൽ ഇലക്ട്രോഡ്. ഇവിടെയും എന്തുണ്ട്, ഇവിടെ കലോമൽ ഇലക്ട്രോഡും അൺനോൺ pHും വെച്ചിട്ട് ഒരു ഗാൽവനിക് സെല്ല് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ അൺനോൺ pH ഉള്ള ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ pH ഓഫ് അൺനോൺ സൊല്യൂഷൻ കലോമൽ ഇലക്ട്രോഡ് ഈസ് coupled with a hydrogen electrode containing the unknown solution and the EMF of resulting cell is much noted. That is E cell equal to E cathode minus E anode.
ഈ കാഥോഡ് എന്നുള്ളത് ഈ കലോമലാണ്, മൈനസ് ഈ ആനോഡ് എന്നുള്ളത് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള കോൺസെൻട്രേഷൻ അല്ല നമ്മൾ എടുക്കുക. നമുക്കിവിടെ ഈ സൊല്യൂഷൻ്റെ 1 മോളാർ സൊല്യൂഷൻ ആയിരിക്കില്ല. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണെങ്കിൽ 1 മോളാർ സൊല്യൂഷൻ ആയിരുന്നു. ഇവിടെ pH ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയില്ല. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ കലോമലി റൈറ്റ് സൈഡിൽ കലോമൽ ഇലക്ട്രോഡാണ്. താഴെ മെർക്കുറിയുടെ പേസ്റ്റ്, മെർക്കുറസ് ക്ലോറൈഡിൻ്റെ പേസ്റ്റ്. ദെൻ പ്ലാറ്റിനം വയർ വന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് ആയത് കാരണം തന്നെ നമുക്ക് എന്ത് അറിയാം, അതിൻ്റെ വാല്യൂ നോൺ വാല്യൂ ആണ്, 0.2422 വോൾട്ടാണ്. ദെൻ കലോമൽ ഇലക്ട്രോഡ് ഒരു സാൾട്ട് ബ്രിഡ്ജായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മളൊരു അൺനോൺ pH ഉള്ള സൊല്യൂഷൻ്റെ ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ പൊട്ടൻഷ്യോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ കിട്ടുന്ന ഈ പൊട്ടൻഷ്യോമീറ്റർ അതിൻ്റെ വാല്യൂ നോട്ട് ചെയ്യുക. ദെൻ pH കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ സെൽ ഈക്വൽ ടു ഈ കലോമൽ ഇലക്ട്രോഡിൻ്റെ വാല്യൂ നമുക്കറിയാം, 0.2422 മൈനസ് 0.0591 log H പ്ലസ്. അത് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഇക്വേഷനാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദെർഫോർ ഇവിടെയുള്ള pH കാണാനുള്ള ഇക്വേഷനിൽ നിന്ന് pH മൈനസ് ലോഗ് H പ്ലസ് എന്നുള്ളത് pH ആണ്. ആ pHനെ ഇങ്ങോട്ട് മാറ്റാം. ദെർഫോർ വി ക്യാൻ റൈറ്റ് pH ഈക്വൽ ടു ഈ സെൽ മൈനസ് 0.2422 ഡിവൈഡഡ് ബൈ 0.0591. ഓക്കെ, ഇത്രയാണ് ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് pH കാണാൻ ബൈ യൂസിങ് കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, ഇത്രയാണ് കലോമൽ ഇലക്ട്രോഡിനെ പറ്റിയുള്ളതും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ പറ്റിയുള്ള സ്റ്റഡീസ്.